ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിട്ട് ഉണ്ടാക്കിയത്. ദോശയായാലും ഇഡ്ഡലി ആയാലും നമ്മൾ ഉണ്ടാക്കും. പിന്നെ ആദ്യം ചിന്തിക്കുന്നത് ഇതിൻ്റെ കൂടെ എന്താണ് കറി അല്ലെങ്കിൽ എന്താണ് ചട്നിയോ ചമ്മന്തി എന്താ ഉണ്ടാക്കേണ്ടതെന്നാട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട്. ദോശയൊക്കെ റെഡിയായി, ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഒരു ചെറിയ പീസ് വാളംപുളി പുളി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മുളക് പൊടിയായിട്ട് ചേർക്കുന്നത്. മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തങ്ങനെ കരിച്ച് കളയരുത്. നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ മുളക് പൊടിയും വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ തേങ്ങയും ചുവന്നുള്ളിയും അതുപോലെ മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് പുളിയും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ചമ്മന്തിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ പാൻ തന്നെയായിട്ട് ഞാൻ എടുക്കുന്നത്. നമ്മൾ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട പാനാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലിട്ട് കൊടുത്തു കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വറ്റലമുളകും കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം, ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു ലേശം മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഡ്ഡലിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നമ്മുടെ ചമ്മന്തി നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ദോശയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഇനി ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാനും ഒരിക്കൽ ഇതുപോലെ ചുമന്ന ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടാവണം എങ്ങനെയാണെന്നുള്ള ആലോചിച്ചപ്പോഴാണ് നമ്മൾ മുളക് പൊടി വറുത്ത് ചേർക്കുമ്പോഴായിട്ട് ഇത്രയും രുചി വരുന്നത്, ഒന്ന് ചൂടാക്കി ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കൊച്ചു കൊച്ചു വീഡിയോസുമായിട്ട് വീണ്ടും കാണും വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.